ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സന്തോഷത്തോടെ അർച്ചനയ്ക്ക് ആഹാരം കൊടുക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അവന്തികയ്ക്ക് നോട്ടീസ് അയച്ച കാര്യങ്ങൾ പറയുകയാണ് സേതു. ഞാനാണ് ഇവരോട് പറഞ്ഞത് ഒഫീഷ്യലായി തന്നെ അയച്ചേക്കാൻ. എന്താണെങ്കിലും അവളൊരു ജോയിന്റ് പെറ്റീഷനിൽ ഒരിക്കലും ഒപ്പിടില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് സേതു പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, എന്താണെങ്കിലും കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് ഇനി ഒരിക്കലും അവന്തിക അടങ്ങിയിരിക്കുമെന്ന് ആരും കരുതണ്ട. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവള് എന്തെങ്കിലുമായിട്ട് ഇങ്ങോട്ടേക്ക് വല്ലതും കയറി വരുന്നത്. അത് ധനുഷ് പറഞ്ഞത് ശരിയാണെന്നും നന്ദനോടൊന്ന് കരുതിയിരിക്കാനും ആതിരയും പറയുന്നു. ഇത് കേൾക്കുന്ന നന്ദൻ പറയുകയാണ്, എനിക്കെന്താണെങ്കിലും അവന്തികയുടെ കാര്യം ഓർത്തിട്ട് പേടിയൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സച്ചിയുടെയും അർച്ചനയുടെയും കുഞ്ഞിനെ വരവേൽക്കാനുള്ള സന്തോഷം. നമ്മളെല്ലാവരും സന്തോഷത്തോടെ ആ കുഞ്ഞിനെ സ്വീകരിക്കണം. അത് മാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. നന്ദേട്ടൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നോ എന്ന് ആതിര ചോദിക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചതുകൊണ്ട് പോകാൻ സാധിച്ചില്ലെന്ന് നന്ദൻ പറയുന്നു. തുടർന്ന് ആതിര പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല അച്ചുചേച്ചിയും കുഞ്ഞും ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ചിലപ്പോൾ അവർ നേരെ വൃന്ദാവനത്തിലേക്കായിരിക്കും പോകുന്നത്. അച്ഛൻ എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി കാണാമല്ലോ എന്ന് ധനുഷും പറയുമ്പോൾ ആതിര പറയുകയാണ്, അതിന് അച്ഛന് വേണ്ടത് കുഞ്ഞിനെ അല്ലല്ലോ, അച്ചു ചേച്ചീനെയല്ലേ. അതേ മോളെ, എനിക്ക് ചെയ്ത തെറ്റിനെല്ലാം പ്രായശ്ചിത്തം ചെയ്യണമെന്ന് വിഷമത്തോടെ പറയുകയാണ് സേതു. ഇനി എന്താണെങ്കിലും ഞാൻ ഒരിക്കലും ഒരു ജോത്സ്യന്മാരെയും ഇതിൻ്റെ അകത്തോട്ട് കേട്ടത്തില്ലെന്നും സേതു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ലച്ചുവിനെയാണ്. പെട്ടെന്ന് തന്നെ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ലച്ചുവിനെയാണ് കാണിക്കുന്നത്. ഡോക്ടർമാർ വന്ന് പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ലച്ചു മരിക്കുന്നതാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ സച്ചി ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണരുന്നു. തുടർന്ന് ലച്ചുവിനെ നോക്കാനായി സച്ചി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഉറക്കം കിട്ടാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്ന ലച്ചു സച്ചിയെ കാണുകയും സച്ചിയെ തന്റെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു. താൻ ഉറങ്ങിയോന്ന് നോക്കാൻ വേണ്ടിയാ ഞാൻ വന്നതെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയേട്ടന് എന്നെക്കുറിച്ചുള്ള വേവലാതി എനിക്കറിയാമെന്ന് അർച്ചനയും പറയുന്നു. തുടർന്ന് ലച്ചു ബെഡിൽ നിന്നും എഴുന്നേറ്റ് സച്ചിയുടെ അടുത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഉറക്കം ഞെട്ടി ഉണരുന്ന അർച്ചനയാണ്. തന്റെ തൊട്ടടുത്ത ബെഡിൽ സച്ചിയില്ലെന്ന് മനസ്സിലാക്കുന്ന അർച്ചന സച്ചിയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. സച്ചി ബാത്റൂമിലൊന്നുമില്ലെന്ന് മനസ്സിലാക്കുന്ന അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ റൂമിൽ തന്നെ ഇരുന്ന് ഫോൺ റിങ് ചെയ്യുകയാണ്. ഈ സച്ചിയേട്ടൻ ഫോൺ എടുക്കാതെ എവിടേക്ക് പോയെന്ന് അർച്ചന മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലച്ചുവിനെയാണ്. എന്നെ ഓർത്ത് ആരും സഹതപിക്കുന്നതൊന്നും കാണുന്നത് എനിക്കിഷ്ടമല്ല സച്ചിയേട്ടാ. ദയവ് ചെയ്ത് സച്ചിയേട്ടൻ എന്നെ ഓർത്ത് മനസമാധാനം കളയാൻ നിൽക്കരുത്. സച്ചിയേട്ടാ, പഴയതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏറെക്കുറെ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇനി പഴയതൊന്നും സച്ചിയേട്ടൻ എന്താണെങ്കിലും ഓർക്കാനേ പാടില്ല. പെട്ടെന്ന് തന്നെ ലച്ചു താഴേക്ക് വീഴാൻ പോകുമ്പോൾ സച്ചി പിടിച്ച് ലച്ചുവിനെ ബെഡിലേക്ക് ഇരുത്തുകയാണ്. അതേസമയം സച്ചി അന്വേഷിച്ച് റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അർച്ചന. പെട്ടെന്ന് തന്നെ ലച്ചു ബോധം കെട്ട് സച്ചിയുടെ തോളിലേക്ക് വീഴുകയാണ്. അങ്ങനെ കുറച്ചു സമയം കഴിയുമ്പോൾ ലച്ചു നേരെ ഇരിക്കുകയാണ്. ഡോക്ടറിനെ വിളിക്കാൻ എന്ന് സച്ചി ചോദിക്കുമ്പോൾ വേണ്ട സച്ചിയേട്ടാ, എനിക്ക് കുറച്ചു നേരം ഇരുന്നാൽ മതിയെന്ന് ലച്ചു പറയുന്നു. ചിരിക്കാനൊക്കെ ഇപ്പോൾ വല്ലാത്ത കൊതി തോന്നുന്നുണ്ട്. പക്ഷേ ചിരിക്കാനായിട്ടുള്ള ഒരു കാരണവും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സച്ചിയേട്ടൻ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരാശ്വാസം തന്നെയാ. സച്ചിയേട്ടൻ പൊക്കോ. സച്ചിയേട്ടനെ കാണാതായാൽ അർച്ചന അന്വേഷിക്കും. പിന്നെ അർച്ചനയ്ക്ക് അത് വിഷമമാവുകയും ചെയ്യും. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ കേട്ടോ. ഒരുപാട് കാലം നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ജീവിക്കണം. കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ലച്ചു അത്രയും പറയുമ്പോഴേക്കും വിഷമത്തോടെ സച്ചി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വിഷമത്തോടെ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തന്നെ തിരക്കി വരുന്ന അർച്ചനയെ സച്ചി കാണുന്നത്. അർച്ചനയെ നോക്കി ഞെട്ടലോടെ നിൽക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. താൻ എന്തിനാടോ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയത്? കഴിഞ്ഞ ദിവസം തന്നെ താൻ എന്ത് ചെയ്തിട്ടാ സ്റ്റിച്ചിന് പെയിൻ വന്നതെന്ന് തനിക്ക് ഓർമ്മയില്ലായിരുന്നു സച്ചി അർച്ചനയോട് ചോദിക്കുന്നു. അതേസമയം റൂമിന്റെ ഡോർ അടയ്ക്കാനായി വരുന്ന ലച്ചു ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് മറഞ്ഞു നിന്ന് കേൾക്കുന്നതാണ് കാണിക്കുന്നത്. സച്ചിയേട്ടൻ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെ പോയതാ? സച്ചിയേട്ടനെ കാണാഞ്ഞപ്പോ ഞാൻ എത്ര പേടിച്ചെന്ന് അറിയാമോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നു. എടോ, ഞാനൊരു അത്യാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാ, ഫോൺ എടുക്കാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് അർച്ചനയെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് തിരിച്ചു പോകുന്ന സച്ചിയാണ് കാണിക്കുന്നത്. അതേസമയം ആ കാഴ്ച കണ്ട് മനം നിറഞ്ഞു നിൽക്കുന്ന ലച്ചുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.